ഇസ്രയേലി മൊസാദിന്റെ വലിയൊരു ശൃംഖല തന്നെ ഇറാൻ പൊളിച്ചടക്കിയിരിക്കുകയാണ്. ഇറാനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 21 ആളുകൾ അടങ്ങുന്ന വലിയൊരു സംഘത്തിന്റെ വലിയ പ്ലാനാണ് ഇറാൻ പൊളിച്ചത്. മാത്രമല്ല അവരെയെല്ലാം ഇപ്പോൾ ഇറാൻ പൊക്കിയിരിക്കുകയാണ്. ഇറാന്റെ ഇന്റലിജൻസ് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 25 മൊസാദ് ഏജന്റുമാരാണ് കർമാൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ പ്രദേശത്താണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. കളക്ടിങ് ഇന്റലിജൻസ് ഓൺ സെൻസിറ്റീവ് മിലിറ്ററി ആൻഡ് എയർ ഡിഫൻസ് ഫെസിലിറ്റീസ്. അവർ പ്രധാനമായും ചെയ്തിരുന്നത് കളക്ടിങ് ഇന്റലിജൻസ് ഓൺ സെൻസിറ്റീവ് മിലിറ്ററി, വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ഏരിയകൾ, അതുപോലെ തന്നെ എയർ ഡിഫൻസ് ഫെസിലിറ്റികൾ, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം ചോർത്തിയെടുത്ത് മൊസാദിന് കൈമാറുന്ന മൊസാദിന്റെ കണ്ണിയായിരുന്നു ഈ 21 പേരും. അങ്ങനെയുള്ള വലിയൊരു ശൃംഖലയാണ് ഇപ്പോൾ ഇറാൻ പൊളിച്ചിരിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം 4 ഇറാനകത്തുള്ള 4 ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഈ 4 ചാരന്മാർ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാനിൽ കലാപങ്ങൾ നടത്താനും അതുപോലെ തന്നെ ചാരപ്രവൃത്തികൾ നടത്തുക, ഇങ്ങനെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളാണ്. ഇവരെയും ഇപ്പോൾ ഇറാൻ പിടികൂടിയിരിക്കുകയാണ്. ഇറാൻ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ, ആദ്യത്തെ യുദ്ധം തുടങ്ങിയത് മുതൽ തന്നെ ഇറാനിലുള്ള ചാരന്മാരെ, മൊസാദിന്റെ കണ്ണികളെ വേരോടെ പിഴുതെറിയുന്ന നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഇസ്രായേലുമായി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 100 കണക്കിന് ചാരന്മാരെയാണ്, ഇസ്രായേലിന്റെ ചാരന്മാരെയാണ് ഇറാൻ അറസ്റ്റ് ചെയ്യുകയോ അവരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പൊളിച്ചു കളയുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രൂപത്തിലുള്ള ഒരു ക്ലീനിങ് പരിപാടിയാണ്. ചാരവൃത്തി നടത്തുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഇറാനിൽ ക്രമസമാധാനം തകർക്കുക, അതുപോലെ ഇറാന്റെ പ്രതിരോധ മിലിറ്ററി സംവിധാനങ്ങൾ തകർക്കുക, അവരുടെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ ഏരിയകളിൽ സ്ഫോടനങ്ങൾ നടത്തുക, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നീക്കങ്ങൾ നടത്തിയിരുന്ന മൊസാദിന്റെ ചാരന്മാരെ, അതുപോലെ ഇറാന്റെ ലീഡേഴ്സിനെ കൊന്നുകളയുക, ഇതിനെല്ലാം വേണ്ട രീതിയിൽ സഹായകരമായി പ്രവർത്തിച്ചിരുന്ന വലിയ സംഘങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുദ്ധങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഗുണകരമായി ബാധിക്കുന്നത് ഇവിടെയാണ്. ഈ ചാരന്മാരെ എല്ലാം പിടികൂടി അവരെ ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെടുത്താൻ ഇറാന് സാധിച്ചു എന്നത് ഇത് വലിയൊരു ഇറാന്റെ നേട്ടമായി ഈ ഒരു സാഹചര്യത്തെ അവർക്ക് കാണാൻ സാധിക്കും.